അപ്പോൾ ഇതുപോലെ വേണം വെട്ടാൻ ശ്രമിക്കാൻ. കൊലകൾ ഇത് വന്നിട്ട് പൂവൻ കൊലയാണ്, ഇത് വന്നിട്ട് പാളയം കോടൻ. അപ്പോൾ മൊത്തം നമുക്ക് ഒരു 4 കൊലയ്ക്കാണ് ഓർഡർ ഉള്ളത്. സുലൈമാനിക്കയാണ്, അപ്പോൾ ആളാണ് നമ്മുടെ വാഴക്കൊലയൊക്കെ കൊണ്ടുപോകാറ്. കാ ആ അപ്പോൾ ഇതുപോലെ വേണം വെട്ടാൻ ശ്രമിക്കാൻ. അപ്പോൾ ഏകദേശം നമ്മുടെ കൊലകൾ ഇത് വന്നിട്ട് പൂവൻ കൊലയാണ്, ഇത് വന്നിട്ട് പാളയം കോടൻ. അപ്പോൾ മൊത്തം നമുക്ക് ഒരു 4 കൊലയ്ക്കാണ് ഓർഡർ ഉള്ളത്. നമ്മുടെ അടുത്തുള്ള കടകൾക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലത്തെ നാടൻ കൊലകളൊക്കെ ആവശ്യമുള്ളവർ പാലക്കാട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഫാമിൽ വന്നാൽ സാധനം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഞാൻ എന്തായാലും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്ത് ഡൗട്ടും സംശയം ഉണ്ടെങ്കിലും വിളിക്കാം. ഇതിൻ്റെ ഉണ്ണിത്തണ്ടൊക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഉണ്ണിത്തണ്ടൊക്കെ ഭയങ്കരമായിട്ട് വൈറ്റമിനും എല്ലാം ഉള്ള ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാമിൽ നിന്ന് ആവശ്യമുള്ളവർ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽ കൊടുക്കാം, ബന്ധപ്പെടുക. നമ്മൾ വാഴക്കൊല വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ ലീഫൊക്കെ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ തന്നെ ഇട്ടാൽ അതിൻ്റെ കുട്ടികൾക്ക് വളമായി. നമ്മൾ ടൗണിലേക്ക് പോണ വഴിയാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകും, നമ്മുടെ വണ്ടി തന്നെ. അല്ലെങ്കിൽ ഓട്ടോ വരും, അതിൽ കയറ്റി കൊടുക്കും. അടുത്തുള്ള കടകൾക്ക് തന്നെയാണ്. നമ്മുടെ ഒരു വലിയ കൊല വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പോയി ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ മൊത്തം നമ്മളിന്ന് 5 കൊലയാണ് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു കൊല നമുക്ക് വീട്ടാവശ്യത്തിന് മാറ്റി, ബാക്കി 4 കൊലയാണ് നമ്മൾ കടയ്ക്ക് കൊടുക്കുന്നത്. 3 പാളയം കോടനും ഒരു പൂവൻ കൊലയും. ഇത് അത്യാവശ്യം നല്ല വലിയ പാളയം കോടനാണ് ഒരു കൊല, ബാക്കി 2 ചെറുതാണ്, ഇത് പൂവൻ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ നാടൻ കായൊക്കെ വേണ്ടവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പാലക്കാട്ടുകാരാണെങ്കിൽ വിളിക്കുക. കാരണം നമ്മളിതിന് വേറെ ഒരു രാസവളം പോലും നമ്മൾ അധികം വെക്കുന്നില്ല. ഇപ്പോൾ ഒന്നല്ല നമ്മൾ കൊടുക്കുന്നില്ല, മൊത്തം പച്ചവളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളർത്തിയ നല്ല അടിപൊളി നാടൻ കായയാണ്. ആവശ്യക്കാർ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ബെറ്ററായിരിക്കും അവർക്ക്. പഴം വേറൊരു മരുന്നോ കെമിക്കലോ ഒന്നും ആഡ് ചെയ്യാത്ത നല്ല നാടൻ കായകളാണ്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഓട്ടോ വന്നതും അതിൽ കയറ്റി വിടാം. അതിന് മുമ്പ് നമ്മൾ തൂക്കം ഇടണം. തൂക്കം ഇട്ടിട്ട് കൃത്യമായിട്ട് എത്രയുണ്ട് നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ കയറ്റി വിടുക. അപ്പോൾ വാഴക്കൊലകൾ വെയിറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു. നമ്മൾ എപ്പോഴും ഈ ഒരു മരത്തിലാണ് വെയിറ്റ് ഇടേണ്ട മെഷീനൊക്കെ സെറ്റ് ചെയ്ത് വെയിറ്റ് ഇടാറ്. ഇതൊരു മാങ്ങ മരമാണ്, നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളതാണ്, മുൻവശത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണ കാരണം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ വെയിറ്റിംഗ് മെഷീൻ കെട്ടിയിട്ട് ഇപ്പോൾ ക്യാമറ എവിടെയും വെക്കാൻ പറ്റില്ല,
വെയിറ്റിംഗ് മെഷീൻ കെട്ടിയിട്ട് ഞാൻ വെയിറ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഓരോന്നിൻ്റെയും ഏകദേശം എത്ര വരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു പൂവനെ തൂക്കാം, പൂവൻ പോലെ കെട്ടിയിട്ട് തൂക്കിയിട്ട് എത്ര വെയിറ്റ് ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മുടെ വെയിറ്റിംഗ് മെഷീനൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വെയിറ്റ് ഇടാം. പൂവൻ പോലെ തൂക്കിയിട്ടുണ്ട്. വെയിറ്റ് വന്നിട്ട് 8740. ഇതിൽ നമ്മൾ തണ്ട് കഴിച്ചിട്ടായിരിക്കും നമുക്ക് വില കിട്ടുക. 1 കിലോ തണ്ട് കഴിക്കും. കൊലനനുസരിച്ചാണ്. വലിയ കൊലയിൽ 1.5 കിലോ 2 കിലോ വരെ തണ്ട് കഴിക്കും. ഇത് നമ്മുടെ 8740 ഉണ്ട്. അപ്പോൾ നമുക്ക് 7740 ആണ് വെയിറ്റ് കയറുക. അപ്പോൾ അതിൻ്റെ എത്ര എമൗണ്ടാണ് കിലോ, അത് 7740 എത്രയാണ്, ആ റേറ്റാണ് നമുക്ക് കിട്ടുക. അന്നത്തെ വിലയാണ് മാർക്കറ്റ് അനുസരിച്ച്. നമ്മുടെ വലിയ കൊല ആണ് നമ്മളിപ്പോൾ തൂക്കിയിരിക്കുന്നത്. ഏകദേശം 25,680 ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തായാലും ഒരു 2 കിലോ തണ്ട് കഴിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ഫാമിൽ 25 അല്ല 30-35 കിലോ വരെ പാളയം കൂടെ വന്ന കായകളുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല നാടൻ കായ് വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ഏകദേശം 25 കിലോ ആണ് അവൻ. നമ്മുടെ ഏറ്റവും അവസാനത്തെ വാഴക്കൊല 9,220. അപ്പോൾ 8,220. ഇതൊക്കെ 1 കിലോയെ കഴിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് ഒന്ന് എഴുതിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമ്മൾ വെയിറ്റൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പൂവൻകൊല വന്നിട്ട് 7,740. പാളയംകോടൻ വലുത് വന്നിട്ട് 23,680. പാളയംകോടൻ രണ്ടാമത്തെ ചെറുത് വന്നിട്ട്, അതാണ് ഏറ്റവും ചെറുത്, 6,800. പിന്നെ മൂന്നാമത്തെ വന്നിട്ട് 8,200. അപ്പോൾ ഇതിന് പൂവന് നമുക്ക് കിലോന് 30 രൂപയും പാളയംകോടിന് 25 രൂപയാണ് വെച്ച് കിട്ടുക. 7,740-ന് 232 രൂപയായി. പിന്നെ പൂവന് പാളയംകോടിന് ടോട്ടല് 967 രൂപയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഓട്ടോ ചാർജ് മൈനസ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നത് 1,99. അപ്പോൾ ഇതാണ് കയ്യിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. 2/11/2015 എഴുതിയിരിക്കുന്നത്. 25 ഇത് മുരളി സ്റ്റോർ കൊടുമ്പിക്കാണ് നമ്മുടെ ഈ കൊല കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ 2025 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ എഴുതുന്നതിലും പറയണതിലും വരും. അപ്പോൾ എന്തെങ്കിലും എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരൊന്ന് അറിയിക്കണം, കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് നോക്കാം. അപ്പോൾ എന്തായാലും ഓട്ടോന് ഇനിയിപ്പോൾ വെയിറ്റിംഗ് ആണ്. ഓട്ടോ വരാൻ കുറച്ച് ടൈമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഓട്ടോ വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ വാഴക്കൊല കയറ്റാനുള്ള ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈയോടെ കയറ്റി വിടാം. അപ്പോൾ നമ്മുടെ വാഴക്കൊല കയറ്റാനുള്ള ഓട്ടോ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും ഇതേപോലത്തെ ഉപകാരപ്രദമായ ഐഡിയാസും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം കയറ്റി കഴിഞ്ഞു. നമ്മുടെ സുലൈമാനിക്കയാണ്. അപ്പോൾ ആളാണ് നമ്മുടെ വാഴക്കൊലയൊക്കെ കൊണ്ടുപോകാറ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം, ഈ വീഡിയോ കാണുന്ന ദിവസം നല്ലൊരു ദിവസം ആയിക്കോട്ടെ. അപ്പോൾ ബൈ.